പ്രണയമഴ നോവൽ ഭാഗം 6. എഴുതി അവതരിപ്പിക്കുന്നത് രശ്മി കെ.ആർ. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ഡോർ തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. വാതിൽ അടയ്ക്കാൻ നേരം വീണ്ടും അപരിചിതനായ അയാൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും മുമ്പേ അയാൾ ഇടിച്ചു കയറി റൂമിന് അകത്തേക്ക് പ്രവേശിച്ചു. അവൾ വാതിലിൻ്റെ അടുത്തു നിന്ന് മാറുന്നില്ല എന്ന് മനസ്സിലാക്കി ഡോർ ക്ലോസ് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന മാത്രയിൽ അയാൾ പറഞ്ഞു, ആമി, ഞാൻ പറഞ്ഞില്ലേ നിന്റെ പിന്നാലെ ഞാനുണ്ടെന്ന്. നിങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റിന് പിന്നാലെ തന്നെ ഞാനും ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ എത്തി. നിങ്ങൾ പോകുന്നിടത്തെല്ലാം എൻ്റെ ചാരക്കണ്ണുകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ഇവിടെയും എനിക്ക് സ്പൈ ഉണ്ട്. അത്ര വലുതാണ് എൻ്റെ ബിസിനസ് സാമ്രാജ്യം. നിന്നെ കണ്ട അന്ന് തന്നെ നീ എനിക്കൊരു മോഹമാണ്. എങ്ങനെയെങ്കിലും നിന്നെ സ്വന്തമാക്കണം എന്ന ഒറ്റ വിചാരം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. നീ സഹകരിക്കണം. അവൾ ഒച്ച വയ്ക്കാൻ തുടങ്ങും മുമ്പേ അയാൾ അവളുടെ വായ് പൊത്തിപ്പിടിച്ചു. അവൾ കുതറിയോടാൻ ശ്രമിച്ചപ്പോൾ അവളെ തടവിലാക്കി. വാതിലിന്റെ ബോൾട്ട് തുറക്കാൻ നോക്കിയപ്പോൾ അയാൾ അവളുടെ ചെവിട്ടത്തടിച്ചു. ഒന്ന് അടങ്ങി നിൽക്കടി. ആരെ കണ്ടിട്ടാ നീ തുള്ളുന്നത്? ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഒരു രാജകുമാരനും വരില്ല. ഇവിടെ മുഴുവൻ എൻ്റെ ആളുകളാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതിന് ഇടയിലേക്കാണ് അവളുടെ കണ്ണുകൾ ഫ്ലവർ ഫേസിന് നേരെ നീണ്ടത്. ഒറ്റ കുതിപ്പിൽ അത് സ്വന്തമാക്കിയ ശേഷം അവളുടെ മേൽ ചാടി വീണ അവൻ്റെ തല നോക്കി ഒറ്റ അടിവെച്ചു കൊടുത്തു. അതോടെ ഒന്ന് വീഴാൻ പോയ അവനെ തള്ളിമാറ്റി അവൾ ഡോറിന് നേരെ പാഞ്ഞു. അതേ സമയം തന്നെയാണ് ബിൻസിയും മക്കളും അവളെ കൂട്ടിക്കൊണ്ടു പോവാനായി ഡോറിന് മുന്നിൽ എത്തിയത്. കരാട്ടെ അത്യാവശ്യം നന്നായി അറിയാവുന്ന ബിൻസി അവനെ പഞ്ഞിക്കിടാൻ ഒട്ടും സമയമുണ്ടായിരുന്നില്ല. അവശനായ അവനെ അവിടെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി തിരക്കിട്ട് റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു മഴ പെയ്തൊഴിഞ്ഞ പ്രതീതിയായിരുന്നു ആമിയുടെ മനസ്സിൽ. എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ കൂടി അവൾ ഭയപ്പെട്ടു. കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. ബിൻസി കാർ ഡ്രൈവ് ചെയ്ത് നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. അവിടെ ഹസ്ബൻഡിന്റെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളാണെങ്കിൽ ഫുൾ ടൈം ടിവിയുടെ മുന്നിലാണ്. സീരിയൽ ഉമ്മ എന്നാണ് എല്ലാവരും കളിയാക്കി വിളിക്കുക. കാരണം രാവിലെ മുതൽ വൈകുന്നേരം 10:30 വരെ ടിവിയുടെ മുന്നിൽ നിന്ന് ആൾ മാറില്ല. എല്ലാ സീരിയലും വിടാതെ കാണും. വരുന്നവരോടെല്ലാം അതിലെ വിശേഷങ്ങൾ മാറി മാറി പറയും. വയസ്സ് 85 ആയി. കാഴ്ചയ്ക്കും കേൾവിക്കും യാതൊരു കുറവുമില്ല. സീരിയൽ താരങ്ങളെല്ലാം ആളുടെ സ്വന്തം മക്കളാണ്. അവരുടെ ഒപ്പം ചിരിക്കും, കരയും. ഇതെല്ലാം കണ്ടിട്ട് ബിൻസിക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയാണ്. ബിൻസി ആമിയോട് ഉമ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. ആമിയെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മ പതിവ് പോലെ ടിവിയുടെ മുന്നിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. തമാശ സീരിയലായിരുന്നു. അവർ ചെന്നതൊന്നും ആള് അറിഞ്ഞിട്ടില്ല. ബിൻസി ഉമ്മയോടായി പറഞ്ഞു, കള്ളൻ വന്നു കയറിയാലും ഉമ്മ ഒന്നും അറിയില്ലാട്ടോ. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വാതിൽ അടച്ചിരിക്കാൻ. ഉമ്മ, ഇതാരാണെന്ന് നോക്കിയേ. ഇതാണ് എൻ്റെ ഇക്കാക്കാൻ്റെ കെട്ടിയോള്, എൻ്റെ പ്രിയ കൂട്ടുകാരി. ഉമ്മ ആമിയെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് അടുത്തേക്ക് വിളിച്ചു. പതിയെ അവളെ തലോടി. മോളെ ഉമ്മാക്ക് പെരുത്ത് ഇഷ്ടായിട്ടോ. വെറുതെ അല്ല സുബൈർ മോൻ വീണത്. നല്ല ബർക്കത്തുള്ള കുട്ടി. മോളെ ബിൻസി, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മോൾക്ക് മുറി കാണിച്ചു കൊടുക്ക്.
മക്കളെയും കൂട്ടിക്കോ. അവൾ അവരെ കൂട്ടി അവർക്കുള്ള മുറി കാണിച്ചു കൊടുത്തു. ഇക്കാക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും നല്ല സ്നേഹമാണ് ആമി. എന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ സാധിപ്പിച്ചു തരും. അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ജോലി. രാത്രിയാവും വരാൻ. ഉമ്മയും പാവമാണ്, സ്നേഹിക്കാനേ അറിയൂ. കരാട്ടെ ഒക്കെ ഇക്കയുടെ നിർബന്ധത്തിന് പഠിച്ചതാണ്. ആരുടെ മുന്നിലും പതറാൻ പാടില്ല എന്ന് നിർബന്ധിച്ച് അയപ്പിച്ചു. ഒറ്റയ്ക്കായാലും ജീവിക്കാനുള്ള തൻ്റെടം വേണം, തളരാൻ പാടില്ല. മോൾക്ക് ചെറിയ ക്ലാസ് മുതലേ കരാട്ടെ പരിശീലനമുണ്ട്. അതോടൊപ്പം എന്നെയും ചേർത്തു. അതിപ്പോൾ ഉപകാരമായി. ഇവിടെ പീഡനവീരന്മാരുടെ സംഖ്യ കൂടി വരികയല്ലേ. ചില വീട്ടിലും ഭർത്താക്കന്മാർ സ്ത്രീകളെ കഠിനമായി ദ്രോഹിക്കുന്നുണ്ട്. നീ ജയ ജയ ഹേ സിനിമ കണ്ടില്ലേ? കാലം മാറി. സ്ത്രീക്ക് ഒരുപാട് പ്രാതിനിധ്യമുള്ള കാലമാണ്. ആമിയെ സംബന്ധിച്ച് ഇതൊക്കെ കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു. ഇക്കാന്റെ തണലിൽ ഇതുവരെ സുഖമായി ജീവിച്ചു. ഇനി അത് പോരാ എന്ന് ആമിയും ഉറച്ച തീരുമാനമെടുത്തു. സുബൈർ വന്നപ്പോൾ ഉണ്ടായ വിവരമെല്ലാം വള്ളി പുള്ളി വിടാതെ ബിൻസി പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീട് ഉണ്ടായതൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. സൂരജിനെ കണ്ടുപിടിച്ച് തല്ലി ഒരു പരുവമാക്കി. കൊച്ചാപ്പ മുസ്ലിം ലീഗ് നേതാവായതുകൊണ്ട് മാത്രം കേസില്ലാതെ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ ഗൾഫിലേക്കുള്ള മടങ്ങിപ്പോക്ക് പ്രശ്നമായേനെ. അതിനിടയിലാണ് നവരാത്രിയും വന്നെത്തിയത്. ബാപ്പയുടെ നിർബന്ധപ്രകാരം ആമിയും സുബൈറും മക്കളെ കൂട്ടി വിദ്യാരംഭം കുറിക്കാൻ തുഞ്ചൻ പറമ്പിലേക്ക് പുറപ്പെട്ടു. എന്ത് ശാന്തമായ അന്തരീക്ഷം. മണലിലാണ് ആദ്യാക്ഷരം കുറിക്കുക. റിച്ചൂട്ടൻ പകച്ചു നോക്കി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ. ആമി കണ്ണുകൊണ്ട് അവനെ സമാധാനിപ്പിച്ചു. ഒരുപാട് കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാൻ അവിടെ എത്തിയിരുന്നു. മനസ്സിന് ഒരു ശാന്തത കൈവന്ന പോലെ ആമിക്ക് തോന്നി. അവരുടെ മടങ്ങിവരവും കാത്ത് ഒരാൾ ബിൻസിയുടെ വീട്ടുപടിക്കൽ കാത്തു നിന്നിരുന്നു. അടുത്ത ലക്കവുമായി ഉടനെ വരാം.